മരണപ്പെട്ടുപോയ ബഹുമാന്യനായ ഹസരത്ത് അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മളുടെ ഇടയിലുള്ള ഐക്യവും സ്നേഹവും മഹബത്തും ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തെരുമാറാകട്ടെ. അതിന് നമ്മളുടെ ഈ മജ്ലിസ് സബബാക്കട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. ഹാജി വി കെ ഇബ്രാഹിം സാഹിബിനെ അദ്ദേഹത്തെ അനുസ്മരിക്കാം. ദക്ഷിണ കേരള ജമിയത്തുലമയുടെ ഈ സമ്മേളനത്തിൻ്റെ അനുശോചനം ദുഃഖവും നമുക്ക് ഔദ്യോഗികമായി അറിയിക്കാം. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ പോലും വളരെ ഉന്നതമായ ഇടപെടലും സൗമ്യമായ പെരുമാറ്റവും വിനയാനിതമായ പ്രവർത്തനങ്ങളുമൊക്കെയായിരുന്നു. ഞാൻ പ്രത്യേകം ഒന്ന് നടത്തുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സൂഫിവര്യനായ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഉത്കൃഷ്ടനായ അതിരാമ്പട്ടണം ഉസ്താദ് അവരുടെ ഒരു ഉറ്റ സുഹൃത്തായിരുന്നു അദ്ദേഹം. മന്ത്രിയായിരിക്കുമ്പോൾ അതിരാമ്പട്ടണത്ത് പോവുകയും ബുഖാരി മജ്ലിസിൽ പങ്കെടുക്കുകയും ഉസ്താദിനോടൊപ്പം അവിടെ താമസിക്കുകയും ദുആ കൊണ്ട് വസിയത്ത് വരികയും ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഉസ്താദുമായിട്ടുള്ളൊരു ആത്മബന്ധം പുലർത്തിയിരുന്ന, നമ്മുടെ ആര്യമീയങ്ങളുമായിട്ടൊക്കെ ആത്മബന്ധം പുലർത്തിയിരുന്ന, പ്രത്യേകിച്ച് ദക്ഷിണ കേരള ജമിയത്തുലമയുമായി ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്ന മഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നമുക്ക് ദുഃഖമുണ്ട്, നമ്മൾ അനുശോചിക്കുന്നു. ജമിയത്തുലമായി സമ്മേളനം ഒരിക്കൽ കൂടി നമുക്ക് ദുആ ചെയ്യാം. മറ്റന്നാളിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കണം. ദക്ഷിണ കേരള ജമിയത്തുലമയുടെ പ്രത്യേക ആഹ്വാനം ഉണ്ടാകുമെന്നുകൂടി ഞാൻ അറിയിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ.